ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. പച്ചരി അരച്ച ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യാൻ മറക്കരുത്. പച്ചരി 5-6 മണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തതാണിത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 3 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു ചെറിയ കഷ്ണം ഉള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് ഇത് അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതലാവരുത്. ഇത് നന്നായിട്ട് അരിഞ്ഞു കിട്ടാനുള്ള വെള്ളം ഇപ്പം മുങ്ങുന്ന വിധത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം മാവ് കുറച്ച് കട്ടി കൂടുതലാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതലാവരുത്. ഇതിൻ്റെ മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കട്ടി ആവരുത്, എന്നാലും നല്ല ലൂസും ആവരുത്. രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു പാകത്തിനാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചീനച്ചട്ടി ഇപ്പം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 2 പ്രാവശ്യം ഒഴിക്കുന്നത്. അത്യാവശ്യം വലിപ്പത്തിലുള്ള സ്പൂണാണെങ്കിൽ 1 പ്രാവശ്യം ഒഴിച്ചാൽ മതി. അതിനുശേഷം ചീനച്ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളാപ്പമൊക്കെ തയ്യാറാക്കുമ്പം ചുറ്റിച്ചു കൊടുക്കുന്നില്ല, ഇതുപോലെ 2 സൈഡും പിടിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു മൂടി ഉപയോഗിച്ചിട്ട് മൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഫ്ലെയിം മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിവശം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അരി അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അരി പുളിക്കാനോ പൊങ്ങാനോ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. അപ്പം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം. ഇത് ഏത് കറിയുടെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. പച്ചക്കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ചിക്കൻ കറിയോ മുട്ടക്കറിയോ എന്ത് കറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.